ക്രിസ്തുമസ് വിരുന്നിനെ ബഹിഷ്കരിച്ച മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും അപമാനിച്ചത് ക്രൈസ്തവ വിശ്വാസത്തെ. കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഒരുക്കിയ ക്രിസ്മസ് വിരുന്നിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ട് കേരള മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിസഭാംഗങ്ങളും പ്രതിപക്ഷ നേതാവ് സതീശനും ക്രൈസ്തവ സമൂഹത്തെ അപമാനിച്ചിരിക്കുന്നു. ഇടത് ദുർഭരണത്തിനും കൊള്ളയടിക്കുമെതിരെ സദാ നിലകൊള്ളുന്ന ഗവർണറെ സമ്മർദ്ദത്തിലാഴ്ത്താനും അപമാനിക്കാനും ലോകം മുഴുവൻ കൊണ്ടാടുന്ന ക്രിസ്മസ് എന്ന പരിഭാവന ആഘോഷത്തെ ദുരുപയോഗം ചെയ്യുന്നത് എത്ര പ്രതിഷേധ അർഹമാണ്. അതിന് പിണറായിയുടെ കൂടെ ചേരാൻ സതീശൻ കാട്ടിയ വികൃതവും പ്രാകൃതവുമായ ആ ആവേശമുണ്ടല്ലോ, അത് എടുത്തു പറയാതെ വയ്യ. പക്ഷേ ഈ കൂട്ടുകച്ചവടമൊന്നും ഭരണഘടനയിൽ മാത്രം ഉറച്ചു വിശ്വസിക്കുന്ന കടുത്ത മതേതരവാദിയായ ആരിഫ് മുഹമ്മദ് ഖാനെ തെല്ലും സമ്മർദ്ദത്തിലാക്കിയില്ല എന്നതാണ് സത്യം. അദ്ദേഹം കൊച്ചിയിലും കോഴിക്കോട്ടും സമാനമായ ക്രിസ്മസ് ആഘോഷങ്ങൾ വീണ്ടും സംഘടിപ്പിക്കുകയാണ്. എന്നാൽ ആദരിക്കപ്പെടുന്ന സ്ഥാനത്തിരുന്നു കൊണ്ട് ഗവർണറോടുള്ള തർക്കത്തിൻ്റെ പേരിൽ ഇവർ അപമാനിക്കുകയും മുറിവേൽപ്പിക്കുകയും ചെയ്തത് കേരളത്തിലെ ക്രൈസ്തവരുടെ വിശ്വാസങ്ങളെയും ഏറ്റവും പരിപാവനമായ ആഘോഷത്തെയുമാണെന്ന കാര്യം അത്ര നിസ്സാരമായി തള്ളിക്കളയാൻ ക്രൈസ്തവ സമൂഹത്തിന് കഴിയുകയില്ല. നിർഭാഗ്യവശാൽ പിണറായിയുടെ രണ്ടാം ഘട്ട ഭരണവാഴ്ചയിൽ കടുത്ത അധികാര ആലസ്യത്തിൽ മതിമറന്നു നീങ്ങുന്ന അദ്ദേഹം പണ്ട് പറഞ്ഞതും പ്രസംഗിച്ചതുമെല്ലാം വലിച്ചെറിഞ്ഞിരിക്കുന്നു. ആശ്രിത വാത്സല്യങ്ങൾ നിറവേറ്റുന്നതിനും വോട്ട് വിഹിതങ്ങൾ ഉറപ്പിക്കുന്നതിനും വേണ്ടി അവയെല്ലാം ചിലരുടെ കാൽ കീഴിൽ അടിയറ വെച്ച് അയാൾ കേരളത്തിലെ മതവിഭാഗങ്ങളെ തരം തിരിച്ചു കാണാൻ തുടങ്ങിയിരിക്കുന്നു. ചിലരെ അകറ്റി നിർത്തിയും മറ്റു ചിലരെ അടുപ്പിച്ചും നിർത്തി കേരളത്തിലെ മതസമൂഹങ്ങളെ ഭിന്നിപ്പിച്ച് ഭരിക്കുകയാണ് ഇന്ന് പിണറായി. അതിൻ്റെ വ്യക്തമായ തെളിവുകളാണ് കഴിഞ്ഞ കുറേ മാസങ്ങളായി കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് രണ്ടാംകിട പൗരന്മാരോടെന്നതുപോലെയാണ് കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തോട് പിണറായി കാട്ടുന്ന അവഗണന. ഗവർണർ ഒരുക്കിയിരിക്കുന്ന ക്രിസ്തുമസ് വിരുന്നിനെ ബഹിഷ്കരിച്ച് ക്രിസ്തുവിൻ്റെ ജനനത്തിൻ്റെ ഓർമ്മയെ തന്നെ അപമാനിച്ചിരിക്കുകയാണ് പിണറായി ഇപ്പോൾ. ലോകത്തിൽ ക്രൈസ്തവർ തുലം ന്യൂനപക്ഷമായ രാജ്യങ്ങളിലെ ഭരണകൂടങ്ങൾ പോലും ഇന്നുവരെ ക്രിസ്തുമസ് ആഘോഷങ്ങളോട് കാണിച്ചിട്ടില്ലാത്ത തരത്തിലുള്ള നികൃഷ്ടമായ അവഗണനയാണ് പിണറായിയും കൂട്ടരും ക്രിസ്തുവിനോടും ക്രൈസ്തവ സമൂഹത്തോടും ഇപ്പോൾ കാട്ടിയിരിക്കുന്നത്. ഇനി സ്വജനപക്ഷപാതവും സ്വേച്ഛാധിപത്യവും ആശ്രിത വാത്സല്യവും തലയ്ക്ക് പിടിച്ച പിണറായി അങ്ങനെ ചെയ്തു എന്ന് തന്നെ ഇരിക്കട്ടെ, കോൺഗ്രസിനെ രക്ഷിക്കാനാണെന്ന് പറഞ്ഞ് അവതരിച്ച പ്രതിപക്ഷ നേതാവ് സതീശൻ അയാളുടെ കൂടെ ചേർന്ന് ക്രിസ്മസ് ആഘോഷത്തെ അപമാനിച്ചതിന് എന്ത് ന്യായീകരണമാണുള്ളത്? തുടർച്ചയായി ക്രൈസ്തവരെ ഹതാശരാക്കുന്ന നിലപാടുകളാണ് സതീശൻ സ്ഥാനമേറ്റത് മുതൽ കൈക്കൊണ്ടു നീങ്ങുന്നത്. ഉത്തമ ബോധ്യത്തോടെ സത്യത്തിന് വേണ്ടി ശബ്ദിച്ച പാലാ ബിഷപ്പിനെതിരെ കേസെടുക്കണമെന്ന് വിളിച്ചു കൂവിയത് ആദ്യം സതീശനായിരുന്നു. പക്ഷെ പിന്നീട് പിതാവ് പറഞ്ഞ കാര്യങ്ങൾ അച്ചട്ടായി നിറവേറിയപ്പോൾ മിണ്ടാട്ടം മുട്ടിപ്പോയ സതീശനെ കേരളം കണ്ടതാണ്. സതീശൻ ഇടയ്ക്കിടെ ഞങ്ങൾ കൂടെയുണ്ടെന്ന് വിളിച്ചു പറഞ്ഞിട്ടുള്ളത് ഏത് മതവിഭാഗത്തോടാണെന്നും എല്ലാവർക്കും അറിയാം. അതയാൾ പ്രസ്താവനകളിലൂടെയും പ്രസംഗങ്ങളിലൂടെയും നിരന്തരമായി തെളിയിക്കുന്നുമുണ്ട്. ക്രിസ്തുമസ് ആഘോഷ ബഹിഷ്കരണ വിഷയത്തിൽ പിണറായിയെ സമ്മർദ്ദത്തിലാഴ്ത്തേണ്ട പ്രതിപക്ഷ നേതാവ് CPM-ന്റെ പാർട്ടി സെക്രട്ടറിയെ പോലെ അനുസരണമുള്ള കുട്ടിയായി മാറുന്നതിൻ്റെ പിന്നിലെ രഹസ്യം അറിയാൻ കേരള സമൂഹത്തിന് അവകാശമുണ്ട്. എന്നും കോൺഗ്രസിന്റെ ഉറച്ച വോട്ട് ബാങ്കുകളിൽ ഒന്നായിരുന്ന ക്രൈസ്തവ സമൂഹത്തെ അപമാനിക്കാൻ പിണറായിയോട് കൈകോർക്കാൻ തക്ക വിധം എന്ത് വിരോധമാണ് സതീശന് ക്രൈസ്തവ സമൂഹത്തോട് എന്നറിഞ്ഞാൽ കൊള്ളാം. ഇന്ന് ഇടതുമുന്നണിയിൽ പോകണമോ അതോ നാളെ ഇടതുമുന്നണിയിൽ പോകണമോ എന്ന് ചിന്തിക്കുന്ന ലീഗിന്റെ പ്രീതി നേടുകയായിരുന്നുവോ സതീശന്റെ ലക്ഷ്യം? എന്തായാലും വെള്ളത്താടിക്കാരന്റെ കൈപിടിച്ച് അധികാരത്തിൽ കയറിയ പിണറായി ഒരു കൂട്ടം വിഭാഗക്കാർക്ക് വേണ്ടി മാത്രം ഭരിക്കുമ്പോൾ ആ പിണറായിക്ക് കുഴലൂതുന്നത് വഴി വലിയ നഷ്ടം കോൺഗ്രസിനെ കാത്തിരിക്കുന്നു എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ. റംസാൻ കാലത്ത് മത്സരിച്ച് മാറി മാറി ഇഫ്താർ വിരുന്ന് സംഘടിപ്പിച്ച വിജയനും സതീശനും അത്തരം വിരുന്നുകളിൽ ഗവർണർ ക്ഷണിച്ചില്ലെങ്കിൽ പോലും ഓടിച്ചെല്ലുമായിരുന്നു. അവിടെ നിന്ന് കൈകൾ കോർത്തുപിടിച്ച് ബൈൻഡസ് ടുഗെദർ പാടി തിമിർക്കുമായിരുന്നു. ലോകം മുഴുവനുമുള്ള നാനാജാതി മതസ്ഥർ അത്യാദരവോടെ ലോകരക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ തിരുപ്പിറവിയെ ആഘോഷിക്കുമ്പോൾ ഇവിടെ കൂട്ടുകച്ചവടം നടത്തി രാഷ്ട്രീയം കളിക്കുന്ന പിണറായിയോടും മന്ത്രിമാരോടും സതീശനോടും ഈ ക്രിസ്മസ് കാലത്ത് പറയാനുള്ളത് ഇത്രമാത്രം: നിങ്ങളിവിടെ ഒരു ക്രിസ്തുമസ് ആഘോഷം ബഹിഷ്കരിച്ചതിൻ്റെ പേരിൽ ക്രിസ്തുവിൻ്റെയോ ക്രിസ്തുമസിൻ്റെയോ പ്രാധാന്യമോ മഹത്വമോ 1% പോലും കുറയില്ല. പക്ഷേ
സദാസമയം മതേതരത്വം പറയുന്ന നിങ്ങളുടെ മനസ്സ് എത്ര സങ്കുചിതവും വർഗീയത കലർന്നതുമാണ് എന്ന് ഈ ക്രിസ്തുമസ് കാലത്ത് കേരളത്തിലെ ക്രൈസ്തവർ തിരിച്ചറിയുകയാണ്. അതുമാത്രമല്ല, പിണറായിക്കും കൂട്ടർക്കുമെതിരെ ഘോരഘോരം പ്രസംഗിക്കുന്ന പ്രതിപക്ഷ നേതാവിൻ്റെ വാക്കുകൾ ആത്മാർത്ഥത നിറഞ്ഞത് അല്ല എന്നും അത് വെറും അതര വ്യായാമങ്ങൾ മാത്രമാണ് എന്നുമാണ് ഗവർണറെ തോൽപ്പിക്കാൻ ക്രിസ്തുമസ് ആഘോഷം ബഹിഷ്കരിച്ച സതീശൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്.